ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിപ്സി. ഞാൻ കണ്ണൂരിൽ നിന്ന് ബസ്സും പിടിച്ച് പോകുന്നത് ഒരു സദ്യ കഴിക്കാനാണ്. ഇത്രയും ഹൈപ്പുള്ള സദ്യ എവിടെയാണെന്നല്ലേ? അതെ, ലോകപ്രസിദ്ധമായ ആറന്മുള സദ്യ കഴിക്കാനുള്ള പോക്കാണ്. ഇതിപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഇറങ്ങി, കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണ് പ്ലാൻ. അപ്പം ഞാൻ കൊച്ചിയിൽ ഇറങ്ങി അവിടെ നിന്ന് ചക്കിത ഡിസൈൻസിൽ വരും. അവിടെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളും കൊച്ചി വരുമ്പോൾ ചക്കിത ഡിസൈൻസ് ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല ഫാഷനബിൾ ആയിട്ടുള്ളതും നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഒത്തിരി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 50 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ചക്കിത ഡിസൈൻസിലേക്ക്. ടോട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്താണ്. പുലർച്ചെ ഒരു 6 മണിയായപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. ഏകദേശം ഞങ്ങൾ അധികം സമയം ലേറ്റ് ആക്കാതെ 7 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. ആറന്മുളം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ കൊച്ചിയിൽ നിന്നും ഏകദേശം 100-105 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തേണ്ടതുമുണ്ട്. ഇന്ന് ചിങ്ങം 1 ഇന്നത്തെ ദിവസം തന്നെ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. അപ്പം ആറന്മുളം സദ്യ കഴിക്കാൻ പോകുമ്പോൾ ഒന്നും കഴിക്കേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ പോകുന്ന വഴിക്ക് നന്നായിട്ട് വിശന്നു. അപ്പം വിശന്ന സ്ഥിതിക്ക് നമ്മൾ അവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കയറി ചെറുതായിട്ടൊന്ന് സ്നാക്ക് കഴിച്ചു. പ്രത്യേകം എടുത്തു പറയേണ്ടത് ആ പോകുന്ന യാത്രയാണ്. എന്തു മനോഹരമാണ്! കേരള ടൂറിസം എന്ന് പറയുമ്പോൾ കാണിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാമാണ് ആ വഴി കൂടെ ഞങ്ങൾ കണ്ടത്. നല്ല ആലപ്പുഴ വഴിയാണ് പോയത്. അതുകൊണ്ടാണ് ഇത്രയും ഗ്രീനറിയും നല്ല ഹൗസ് ബോട്ട് എല്ലാം കാണാമായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 11 മണിയായപ്പോഴേക്കും ആറന്മുളം എത്തിയിരിക്കുകയാണ്. ആറന്മുളം എല്ലാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനുള്ള ചാൻസും കൂടെ കിട്ടി. അപ്പം ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് PKP ആണ് കയറിയിരിക്കുന്നത്. ചുണ്ടൻ വള്ളത്തിൽ കയറുമ്പോൾ നമുക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. അമ്പലത്തിൽ പോകുമ്പോഴും അതേ ഡ്രസ് കോഡ് ഉണ്ട്. ആണുങ്ങളാകുമ്പം ഇതുപോലൊരു മുണ്ടും അതുപോലെ കഴുത്തിലൂടെ ഒരു തുണിയും കൂടെ ഇടണം.